നമുക്ക് വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അതേ കർത്താവേ, അവിടുത്തെ പാദത്തെങ്കിൽ ഞങ്ങളെ കുമ്പിടുന്നു. അതേ കർത്താവേ, ആ കാൽപാദത്തെങ്കിൽ തന്നെ മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം പോലെ കർത്താവേ, ആ പാദത്തെങ്കിലേക്ക് ചേർന്നിരിപ്പാൻ, അവിടുത്തെ തിരുവായ് മൊഴിഞ്ഞ് അവിടുന്ന് സംസാരിക്കുന്ന വചനങ്ങൾ കേൾപ്പാൻ അങ്ങയിൽ നിന്ന് തന്നെ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനങ്ങൾ കർത്താവേ ആത്മാവും ജീവനുമാകുന്നു. എത്ര ജീവൻ്റെ സമൃദ്ധിയോടെ പെരുവെള്ളത്തിൻ്റെ നദി പോലെ കർത്താവേ, ജീവൻ്റെ കൃപയുടെ നദി, സ്വർഗത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും സിംഹാസനത്തിന് മധ്യത്തിൽ നിന്ന് ഒഴുകുന്ന ആ പളങ്ക് നദി, ആ ജീവജല നദി കർത്താവേ ഇന്ന് ഭൂമിയിലേക്ക് താഴ്മയുള്ളവരിലേക്ക് ഒഴുകുന്നു. ആ കൃപാനദി കർത്താവെ താഴ്മയുള്ളവരിലേക്ക് അങ്ങ് ഒഴുക്കുന്നതിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കും അവിടുത്തെ ആ കൃപാനദിയിൽ നിന്ന് പാനം ചെയ്ത് കർത്താവെ അവിടുത്തെ വചനത്തിൽ നിന്ന് പോഷണം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കുറയണം. കർത്താവെ, ഞങ്ങളുടെ സ്വയബലം കുറഞ്ഞ് ഞങ്ങളുടെ ജഡം കർത്താവെ കർത്താവെ ഏറ്റവും അത് പൂജ്യമായിട്ട് ആകത്തക്കവണ്ണം ഞങ്ങളെത്തിന് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ആത്മാവിൽ ബലപ്പെട്ടവരായിട്ട് കർത്താവെ ക്രിസ്തുവിനെ പോലെ അധികമാകുന്നവരായിട്ട് ഞങ്ങളെ മാറ്റി തീർക്കണം. നന്ദി കർത്താവെ, നന്ദി. അവിടുത്തെ വചനത്തിലെ കർത്താവെ കാര്യങ്ങളൊക്കെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ കർത്താവെ മുന്നറിയിപ്പ് സ്വീകരിപ്പാൻ കർത്താവെ ഉത്സാഹിപ്പിക്കപ്പെടുവാൻ വെല്ലുവിളിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വെളിപാട് 15 അധ്യായം, വെളിപാട് 14 അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയത്. വെളിപാട് 14 അധ്യായത്തിന് 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പെട്ടെന്ന് ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഞാൻ പറയുമ്പോൾ എന്താ ഉള്ളത് നമുക്കറിയാം. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ദൈവം കൊടുത്ത യേശു കർത്താവ് കൊടുത്ത വെളിപ്പാട്, 1 അധ്യായത്തിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടും, പിന്നെ 2-3 അധ്യായങ്ങളിലെ സഭകളോടുള്ള ദൂതും, പിന്നീട് സ്വർഗത്തിലെ തുറന്ന വാതിലും, പിന്നീട് സ്വർഗത്തിലെ പിതാവിനെയും പുത്രനെയും ആരാധിക്കുന്ന കാര്യം നമ്മൾ 4-5 അധ്യായങ്ങളിൽ കണ്ടു. 6 അധ്യായത്തിൽ യേശു കർത്താവ് ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന് മുദ്രകൾ ഓരോന്നായിട്ട് തുറക്കുമ്പോൾ അവസാന കാലത്തെ സംഭവങ്ങൾ ഓരോന്നായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിനുശേഷം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും സഭ ചേർക്കപ്പെടുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ കണ്ടു. സഭ എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ക്രോധാഗ്നി അത് ഒരു 7 കാഹളങ്ങളുടെ ഓരോ കാഹളങ്ങൾ ഊതുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യരിലേക്ക്, അതായത് രക്ഷിക്കപ്പെടാതെ ദൈവത്തിന് എതിരായിട്ട് മത്സരിച്ച ജനങ്ങളിലേക്ക്, സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള ജനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ക്രോധം, ന്യായവിധി ഒഴിക്കപ്പെടുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ അതിൻ്റെ 8-9 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. പിന്നെ 10 അധ്യായത്തിൽ അവിടെ യോഹന്നാൻ ആ പുസ്തകം ഭക്ഷിക്കുന്ന കാര്യവും, 11 അധ്യായത്തിലെ 2 സാക്ഷികളുടെ കാര്യവും, പിന്നെ 11 അധ്യായത്തിൻ്റെ അവസാനം ആ 7ാമത്തെ കാഹളത്തിൽ കർത്താവിൻ്റെ രാജ്യത്വം സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്ന കാര്യം, 12 അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ആ ഇസ്രായേലിൻ്റെ സന്തതിയായ കർത്താവിനെ ഒടുക്കിക്കളയാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നതും നിഷ്ഫലമാകുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. സാത്താൻ അന്ത്യകാലത്ത് തനിക്ക് അല്പനേരമേ ഉള്ളൂ എന്നറിഞ്ഞ് അണയാൻ പോകുന്ന തിരി ആളിക്കത്തു എന്ന് പറയുന്നത് പോലെ അവൻ ആളിക്കത്തിക്കൊണ്ട് ഇസ്രായേലിന് നേരെയും പിന്നെ ദൈവമക്കൾക്ക് നേരെയൊക്കെ തിരിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ 12 അധ്യായത്തിൽ കണ്ടു. 13 അധ്യായത്തിൽ 2 മൃഗങ്ങളെ കണ്ടു. 2 ബീസ്റ്റ് നമ്പർ 1, ബീസ്റ്റ് നമ്പർ 2, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ദ ആൻറ്റി ക്രൈസ്റ്റ്, പിന്നെ ദ ഫോൾസ് പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ ആ 13 അധ്യായത്തിൽ അത് കണ്ടിട്ട് 14 അധ്യായത്തിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനെ കാണുന്നു. ഇത് ക്രിസ്തുവിനെ 13 അധ്യായത്തിൽ കണ്ടു. 14 അധ്യായത്തിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന 144,000 പേരുടെ അവരുടെ ശബ്ദം കർത്താവിൻ്റെ ശബ്ദം പോലെയാണെന്നും അവർ കർത്താവ് പോകുന്നിടത്തേക്കും പോകുന്നവരാണെന്നുള്ള കാര്യമൊക്കെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് എത്ര ഹൃദ്യമായിട്ടുള്ള വാക്യങ്ങളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആഴ്ചകളുള്ള ആ വെളിപ്പാട് 14 അധ്യായത്തിന് 5 വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. അതിനുശേഷം 3 അനൗൺസ്മെൻറ്റ് വരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോരോ 1 by 1 ഫോളോഡ് ബൈ 1 ആഫ്റ്റർ ദ അനദർ ആയിട്ട് അനൗൺസ്മെൻറ്റ് വരുന്നത് പോലെ ഇവിടെ ദൂതന്മാരുടെ അനൗൺസ്മെൻറ്റ് വരികയാണ്. അതും മുന്നറിയിപ്പായിട്ട്. ദൈവത്തിൻ്റെ ഒരു ദീർഘക്ഷമ, ഇത്രയൊക്കെ മുന്നറിയിപ്പൊക്കെ കൊടുത്തില്ല, ഇനിയിപ്പോൾ അവസാനം ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് തീർത്തുവിടേന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ദീർഘക്ഷമ, അതായത് നമ്മൾ 14 അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം മുതൽ 3 മുന്നറിയിപ്പുകൾ കാണുന്നതൊക്കെ നമ്മൾ വായിച്ചു. അതിന് ശേഷമാണ്
14-ാമത്തെ വാക്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനം അത് കണ്ടു. 14-ാമത്തെ വാക്യം മുതൽ അവിശ്വാസികളുടെ ആ ഒരു ന്യായത്തീർപ്പ്, അത് ദൈവവചനമാകുന്ന അരിവാൾ വെച്ച് കർത്താവ് അത് അവരെ ഈ സുവിശേഷത്തോട്, ഈ നിത്യ സുവിശേഷത്തോട് പ്രതികരിക്കാത്തവരെ അവരെ കൊയ്തു മാറ്റുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളവിടെ കാണുകയാണ്. അവിടെ ആ 14-ാമത്തെ വാക്യം മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ 3 അനൗൺസ്മെൻറ്റ്, ആദ്യത്തെ അനൗൺസ്മെൻറ്റ് ദൈവത്തെ ഭയപ്പെട്ട്, 7-ാമത്തെ വാക്യം അവ നിത്യസുവിശേഷം എന്ന 6-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു നിത്യസുവിശേഷമുണ്ട്, അതാണ് യഥാർത്ഥ സുവിശേഷം. എന്നാൽ അനിത്യമായ സുവിശേഷം ആണ് വ്യാജ സുവിശേഷം. എന്ന് പറഞ്ഞാൽ അനിത്യമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് നിനക്ക് അത് വേണം ഇത് വേണമെന്നുണ്ടെങ്കിൽ യേശുവിനെ വിശ്വസിച്ചു, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്രോസ്പെറിറ്റി ഗോസ്പൽ, ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷം, അതാണ് വ്യാജ സുവിശേഷം. പ്രോസ്പെറിറ്റി ഗോസ്പൽ, തട്ടിപ്പ് സുവിശേഷം എന്ന് പറയുന്നത് വെച്ചാൽ കർത്താവിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുന്ന അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ടെമ്പററി ഗോസ്പൽ, ഈ ലോകത്തിന് വേണ്ടിയുള്ള, ഈ ലോകത്തിൽ താൽക്കാലികമായിട്ടുള്ള അനിത്യമായിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മാൻ സെൻറ്റേർഡ് ഗോസ്പൽ എന്ന യഥാർത്ഥത്തിലുള്ള സുവിശേഷം ഗോഡ് സെൻറ്റേർഡ് ഗോസ്പൽ, അത് ഇറ്റേണൽ ഗോസ്പൽ, നിത്യസുവിശേഷമാണെന്ന 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ നിത്യസുവിശേഷം പറയുന്ന ആ ദൂതൻ എന്താ പറയുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അതായത് മനുഷ്യനെ കേന്ദ്രിതമായിട്ടില്ല, ദൈവത്തിനാണ് എല്ലാ മഹത്വവും. കർത്താവിനെ ഭയഭക്തി ആദരങ്ങളോടെ അവനെല്ലാം മഹത്വവും കൊടുപ്പിൻ. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. നീ ഇനി സൃഷ്ടികളെ ഇതുവരെയൊക്കെ നീ ഭജിച്ചുകൊണ്ടിരുന്നു, ഇനിയെങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്രഷ്ടാവിനെ തന്നെ ഭജിച്ചോളുവിൻ, സ്രഷ്ടാവിനെ തന്നെ നമസ്കരിക്കുവിൻ അല്ലെങ്കിൽ ആരാധിക്കുവിൻ എന്നുള്ളൊരു കാര്യമാണ് അവിടെ ആ 7-ാമത്തെ വാക്യത്തിൽ. ആകാശവും ഭൂമിയും സമുദ്രവും നീരോടും ഉണ്ടാക്കിയവനെ, അതെല്ലാം സൃഷ്ടിച്ചവനെ, ദോസ് ഹു മെയ്ഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത് ആൻഡ് ദ സീ ആൻഡ് ദ സ്പ്രിങ്സ് ഓഫ് വാട്ടേഴ്സ്, എല്ലാത്തിൻ്റെയും സ്രഷ്ടാവിനെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ. ഇന്ന് നമ്മുടെ വിശ്വാസികളായിട്ടുള്ള നമ്മൾ വിഗ്രഹത്തിന് മുമ്പാകെ ഒന്നും പോയി വണങ്ങത്തില്ല, എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ സ്വയത്തെ തന്നെ വണങ്ങുമ്പോൾ അതൊരു നമ്മളൊരു സൃഷ്ടിയാണ്. അപ്പോൾ നമ്മളുടെ സ്വയത്തെ വണങ്ങുമ്പോൾ നമ്മളും സൃഷ്ടിയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പണത്തെയോ മനുഷ്യമാനത്തെയോ അതുപോലെ ഈ ലോകത്തിൻ്റെതായ സ്രഷ്ടാവിനെ അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെ വണങ്ങുമ്പോൾ നമ്മളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഈ സൃഷ്ടിയെ വണങ്ങുന്നതിന് തുല്യമാണ്. അപ്പം ആ ഒരു യഥാർത്ഥത്തിലുള്ള നിത്യസുവിശേഷം സ്രഷ്ടാവിനെ വണങ്ങുവാനുള്ള സുവിശേഷമാണെന്നുള്ളൊരു, സൃഷ്ടാവിനെ വണങ്ങുവാൻ എന്ന് പറയുമ്പോൾ ആരാധിക്കാൻ, വേർഷിപ്പ്, പ്രോസ്കീനിയോ എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് അവിടെ 7-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളം സത്യവേദ പുസ്തകത്തിൽ പ്രോസ്കീനിയോ എന്നുള്ള വാക്കിന് വേർഷിപ്പ് എന്നുള്ളതിന് നമസ്കരിക്കുവിൻ എന്നുള്ള ആ ഒരു പരിഭാഷയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ യോഹന്നാൻ 4:24 ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവർ എന്നൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് നമസ്കരിക്കുക, ശരിയാണ്, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുമ്പിട്ട് ആരാധിക്കുക എന്നുള്ള അർത്ഥത്തില്ല, ആരാധിക്കുക എന്ന, ഇപ്പം വർഷിപ്പ് എന്നുള്ളതിൻ്റെ ഒരു മലയാളമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാധിക്കും എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥം ക്ലിയർ ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വെച്ചാൽ ആരാധന ആണല്ലോ ഏറ്റവും പരമമായിട്ടുള്ള ദൈവത്തോടുള്ള ആ ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്ന പദം. പിന്നെ രണ്ടാമത്തെ ദൂതൻ്റെ ശബ്ദമൊക്കെ നമ്മൾ 8-ാമത്തെ വാക്യത്തിൽ കണ്ടു. വീണുപോയി, ഫോളൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാബിലോൺ വീണുപോയി, ആ മഹാവേശിയായ ബാബിലോൺ വീണുപോയി എന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. വെളിപാട് 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ അവിടെ ബാബിലോൺ എന്ന മഹാവേശിയ അവള് ലോകമൈത്വത്തോട് ചേർന്ന് ഉള്ള അവളുടെ ആ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം കുടിച്ചെങ്കിൽ ദൈവത്തിന് ക്രോധമദ്യവും കൂടെ കുടിച്ചോണം എന്നുള്ള ആ ഒരു ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അപ്പം ആ ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവർക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ല. അത് 11-ാമത്തെ വാക്യം, വെളിപാട് 14:11 അവസാനം, അങ്ങനെ എതിർ ക്രിസ്തുവിൻ്റെ പേരിൻ്റെ മുദ്രയിലിരിക്കുന്ന ഏവന് രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ആ ഒരു ഭൂമിയിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ആശ്വാസം തരാം, സ്വസ്ഥത തരാം, ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന ആ വാക്കിന് ചെവിക്കൊള്ളാതെ അവരുടേതായ വഴിക്ക് പോയി. ഭൂമിയിൽ അവർ അസ്വസ്ഥരായിരുന്നു, എന്നാൽ നിത്യതയിൽ അതിലും പാരമ്യമുള്ള വലിയൊരു അസ്വസ്ഥതയിലേക്ക് പോകാൻ പോകുന്ന വലിയൊരു ഭയാനകമായൊരു ദൈവത്തിൻ്റെ ക്രോധാഗ്നിയുടെ ഒരു കാര്യമാണ് പറയുന്നത്. അവിടാണ് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവഭക്തരുടെ 2 ഗുണങ്ങൾ അവിടെ പറയുന്നത്, വിശ്വാസവും സഹിഷ്ണുതയും. അതെ,
ദൈവഭക്തരുടെ ആ ഒരു വിശ്വാസം, അവരുടെ സഹിഷ്ണുത, അവർ ആ വിശ്വാസത്തോടെ സഹിഷ്ണുതയോടെ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ദൈവകൽപ്പനയെ കാത്തുകൊള്ളുന്നു. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന അവർ ദൈവകൽപ്പന കാത്തുകൊള്ളുന്നു, യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നു. അങ്ങനെയുള്ളവരുടെ ആ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ഇവിടെ ആവശ്യം എന്നുള്ളൊരു കാര്യം. ആ വിശ്വാസം, സഹിഷ്ണുത എന്നുള്ള ആ ഒരു 2 ട്വിൻ ആട്രിബ്യൂട്ട്സ് എന്ന വണ്ണം നമ്മൾ വചനത്തിൽ പലയിടങ്ങളിൽ ആ കാര്യങ്ങൾ എബ്രായർ 6:12, 10 അവസാനത്തെ വാക്യങ്ങളിൽ, ഈവൻ 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഈവൻ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, വെളിപാട്, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാക്യം എടുത്തു, വെളിപാട് 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെയും അവിടെ ഈ ഒരു ഡിനൈ മൈ ഫെയ്ത്ത്, അത് അവിടെ ഒരു അന്തിപ്പാസിൻ്റെ കാര്യം അവിടെ പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും അവിടെയും ഈ ഒരു ഫെയ്ത്ത് ആൻഡ് പെർസിവറൻസ് എന്ന് ചേർന്ന് പറയുന്ന 2 വാക്യങ്ങളാണ്. 2-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തിൽ, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം എന്ന് ഞാൻ അറിയുന്നു, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. അവർ ഹെൽഫാസ്റ്റ് ചെയ്തു. അവിടെ പെർഗമോസ് സഭയിലുള്ള വിശ്വാസികളെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. അവിടെ അവരുടെ ആ ഒരു വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അതുപോലെ തന്നെ അവർ കർത്താവിൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. ആ ഒരു വിശ്വാസവും ഈ സഹിഷ്ണുതയും ചേർന്ന് പോകുന്ന കാര്യങ്ങളായിട്ട് ഒരു ട്വിൻ ആട്രിബ്യൂട്ട്സ്, ഒരു കോയിൻ്റെ 2 sides ഓഫ് ദ കോയിൻസ്, ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറയുന്നത് പോലെ പോകുന്ന കാര്യങ്ങൾ. അത് 2 പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. വിശ്വസ്തത എന്ന് നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസം എന്നുള്ളത് ദീർഘക്ഷമ എന്നുള്ളത് ആ ഒരു സഹിഷ്ണുതയെ കുറിക്കുന്ന ഒരു വാക്യമായിട്ട് അത് 2 പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ 2 പാർട്ടാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഈ വെളിപാട് 2-ന്റെ തന്നെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ തുയാഥൈര സഭയിലേക്ക്, തയാത്തീറ അല്ലെങ്കിൽ തുയാഥൈര സഭയ്ക്കുള്ള ദൂതനോട് എഴുതുമ്പോഴും, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, വിശ്വാസം, സഹിഷ്ണുത എന്നിവ, അവിടെ വിശ്വാസം സഹിഷ്ണുതയും അവിടെയും ചേർന്ന് വരുന്നു. നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദിത്യത്തിലും ഏറെയെന്നും അറിയുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അവിടെയും വിശ്വാസവും സഹിഷ്ണുതയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ബൈബിളിലുടനീളം, വചനത്തിലുടനീളം പല വാക്യങ്ങൾ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടു. ഈവൻ ആ സഹിഷ്ണുത എന്നുള്ള എൻ്റെ ആ ഒരു ഹുപ്പാമനെ എന്നുള്ള വാക്ക്, അത് ഹൈപ്പോ മോനെ എന്നുള്ള വാക്കാണ്. മോനെ എന്നുള്ള വാക്ക് നമ്മൾ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ മലയാളികൾക്ക് മോനെയും മോനെ എന്ന് വിളിക്കുന്ന പോലെ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്നാൽ മോനെ എന്ന് പറഞ്ഞാൽ എബായിഡ്, വസിക്കുക എന്നുള്ള ആണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ യോഹന്നാൻ 15 ചിന്തിച്ചപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു. മെനോ എന്ന് പറഞ്ഞാൽ വസിക്കുക, അതിൻ്റെ നൗൺ ഫോമാണ് മോനെ, വാസസ്ഥലം എന്നുള്ളതിന്. അപ്പോൾ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞു, ഹൈപ്പർ ടെൻഷൻ പ്രഷർ കൂടി, ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞു, ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന പോലെ. ഹൈപ്പോ എന്ന് പറയുമ്പോൾ അണ്ടർ, മോനെ എന്ന് പറയുമ്പോൾ എബൈഡിങ്ങിന് വസിക്കുന്ന സ്ഥലം. അപ്പോൾ ആ ഒരു ഹുപ്പാമിനെ എന്ന് പറയുമ്പോൾ ആ ഒരു സഹിഷ്ണുത എന്നുള്ള അർത്ഥം വരുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ അങ്ങ് വസിക്കുന്നു എന്നുള്ളൊരു, അതാണ് അതിൻ്റെ ഒരു വാച്യമായിട്ടുള്ള ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അവിടെ ആ വാക്ക ഇവിടെ വെളിപാട് 14:12 ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത. ആ സഹിഷ്ണുത എന്നുള്ള വാക്ക്, ഹുപ്പാമിനി എന്നുള്ള വാക്ക് പലയിടങ്ങളിൽ, ഹുപ്പാമിനിയും മാക്രോതൈമ 2 വാക്കുകൾ, ആ സഹിഷ്ണുത, എൻഡ്യൂറൻസ്, പെർസീവറൻസ് എന്നുള്ളതിനൊക്കെ പലയിടത്ത് യൂസ് ചെയ്തിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ആ 3-ാമത്തെ അനൗൺസ്മെൻറ്റ് വന്നു. ഇതിന് ശേഷം മരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാരാണ്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്ന് വരും. അപ്പം പ്രവൃത്തി പിന്തുടർന്ന് വരും എന്ന് പറയുമ്പം രഹസ്യത്തിലുള്ള ജീവിതത്തിലുള്ള അവരുടെ സൽപ്രവൃത്തികളെ കുറിക്കുന്നതായിട്ടൊക്കെ അത് ചിന്തിക്കാമെന്നുള്ളൊരു കാര്യവും, പിന്നെ അത് അന്ത്യകാലം ആയതുകൊണ്ട് അവരുടെ ശരീരങ്ങൾ കല്ലറയിൽ അധികകാലം ഇരിക്കേണ്ട വരികയില്ല എന്നുള്ളൊരു കാര്യമൊക്കെ കൊണ്ട് അവരുടെ ഒരു അനുഗ്രഹീത അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടു. അതിനിടയിൽ എഴുതുക, ഗ്രാഫോ എന്നുള്ള ആ ഒരു ദൂതൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു എക്സർട്ടേഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മളും
ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ബൈബിളിലോ നോട്ട്ബുക്കിലോ ഒക്കെ എപ്പോഴും എഴുതി വെക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. വീണ്ടും വീണ്ടും അത് ഓർത്തുവയ്ക്കാൻ. യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എഴുതി വെച്ചുകൊണ്ടാണ് നമുക്ക് ഇന്നിത് വചനമായിട്ട് ഇന്ന് ദൈവം സഹായിച്ചത് കിട്ടിയത്. പിന്നെ 14-ാമത്തെ വാക്യം നമ്മൾ കണ്ടു, വെളുത്തൊരു മേഘവും മേഘത്തിന് മേലെ യേശു അവിടെ ഇരിക്കുന്ന ഒരു കാര്യം, ഒപ്പൻ കിരീടമായിട്ട് ഇരിക്കുന്നതും ആ മൂർച്ചയുള്ള അരിവാളുമായിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ അരിവാൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ആ അരിവാൾ എന്താണെന്ന് കണ്ടായിരുന്നു. എവിടെ നമ്മൾ യോഹന്നാൻ 12:48 ഈ അരിവാൾ എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. യോഹന്നാൻ 12:48 എന്താ പറയുന്നേ? കർത്താവ് എങ്ങനെയാ ന്യായം വിധിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വചനം കൊണ്ടാണ് ന്യായം വിധിക്കുന്നതെന്ന് അവിടെ പറയുന്നത്. യോഹന്നാൻ 12:48 ഓർക്കാൻ എളുപ്പം. 12:4 48. അപ്പം യോഹന്നാൻ 12:48 എന്താ പറയുന്നേ? എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ആ വചനമാണ് ഈ ഷാർപ്പ് സിക്കിൾ. ഇപ്പം ചെത്തി വെടിപ്പാക്കുന്ന കത്തി വചനമായിട്ട് നമ്മൾ യോഹന്നാൻ 15:2 വാക്യത്തിൽ നമ്മൾ കണ്ടു. വചനമാണ് ആത്മാവിൻ്റെ വാളെന്ന് എഫേസ്യർ 6:17 നമ്മൾ വായിക്കുന്നു. എബ്രായർ 4:12 നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് ഇരുവായുത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവവചനത്തെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ വചനത്തെ വാളിനോട് ഉപമിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ അരിവാൾ ആയിട്ട് കർത്താവ് ന്യായപ്രമാണം ഉള്ളവരെ ന്യായപ്രമാണം കൊണ്ടും ന്യായപ്രമാണം ഇല്ലാത്തവരെ അവരുടെ മനസ്സാക്ഷിയുടെ ന്യായപ്രമാണ പ്രകാരവും ഒക്കെ ആയിരിക്കും വിധിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളത് കഴിഞ്ഞ വെള്ളിയാഴ്ച അത് നമ്മൾ കണ്ടായിരുന്നു. റോമർ 2-ാം ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, മിക്കവർക്കും അറിയാവുന്ന റെഫറൻസസ് ഒക്കെയാണ്. റോമർ 2-ാം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിച്ചായിരുന്നു. അതായത് അത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വായിച്ചില്ല, പക്ഷേ വെള്ളിയാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞായിരുന്നല്ലോ. ന്യായപ്രമാണം ഉള്ളവരെ ന്യായപ്രമാണം കൊണ്ട് വിധിക്കുന്ന കാര്യവും ന്യായപ്രമാണം ഇല്ലാത്തവരെ മനസ്സാക്ഷിയുടെ ന്യായപ്രമാണം കൊണ്ടപ്പം ആ ഒരു ദൈവം വചനം വെച്ചാൽ ദൈവം വിധിക്കുന്നത്. അതും എല്ലാവരെയും ഒരേ സ്റ്റാൻഡേർഡ് വെച്ചാണ് വിധിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം യോഹന്നാൻ 12:48 എൻ്റെ വചനമാണ് നിങ്ങളെ വചനം കൊണ്ട് നിങ്ങൾ ന്യായം വിധിക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ ലൂക്കോസ് 12:48 എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ കൂടുതൽ കിട്ടുന്നതിനോട് കൂടുതൽ ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വചനത്തിൻ്റെ വേഴ്സ് ഡിവിഷനൊക്കെ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ദൈവം അതിൽ ചില കോറിലേഷൻസ് ഒക്കെ കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ യോഹന്നാൻ 12:48 എൻ്റെ വചനം പ്രകാരമാണ് വിധിക്കുന്നതെന്ന് പറയുമ്പോൾ ലൂക്കോസ് 12:48 കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. ടു ഹിം മോർ ഈസ് ഗിവൺ മോർ ഈസ് ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ അതൊരു നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കല്ല, മറിച്ച് നമ്മളിപ്പോൾ വചനം ജസ്റ്റ് അറിവിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് വചനം ഒന്നും അനുസരിക്കാനൊരു താല്പര്യമില്ല, വെറുതെ അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ കേൾക്കാം, അങ്ങനെ ഒരു ലാഘവത്തോടാണ് നമ്മൾ വചനം കേൾക്കുന്നതെങ്കിൽ അത് അപകടകരമായ ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര പരാജയങ്ങളോ എത്ര വീഴ്ചകളോ എത്ര കുറവുകളോ ഉണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ കർത്താവേ എനിക്ക് അവിടുത്തെ വചനം പരിപൂർണമായിട്ടും അനുസരിക്കണം, എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു നിലവിളിയോടാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കതൊരു ന്യായവിധിക്ക് കാരണമാവത്തില്ല, മറിച്ച് അതൊരു ഉത്സാഹത്തിന് കാരണമാവും. അപ്പം ചിലർ വിചാരിക്കും അപ്പോൾ കൂടുതൽ വചനം കേട്ടാൽ കൂടുതൽ ന്യായവിധി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വചനമൊന്നും കേൾക്കേണ്ട, മീറ്റിങ്ങിനൊന്നും പോകാതെ ഇരുന്നാൽ പിന്നെ ന്യായവിധി ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ നിനക്ക് മീറ്റിങ്ങിന് പോകാൻ അവസരം ഉണ്ടായിട്ടും മീറ്റിങ്ങിന് പോകാൻ എന്താണെന്ന് ചോദിച്ച് കർത്താവ് അവിടെ നമ്മളെ കർത്താവ് ബുദ്ധിമാന്മാരെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 3:21 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെക്കാട്ടി നമ്മൾ ബുദ്ധിമാന്മാരൊന്നും ആയി പോകണ്ട, മറിച്ച് നമുക്ക് ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതൊരു ദൈവം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ഒരു ഹാർട്ട് ടാസ്ക് മാസ്റ്ററായിട്ട് എന്തോ നമ്മളെ ശിക്ഷിക്കാനായിട്ടിരിക്കുന്ന ഒരു പോലീസുകാരനെ അല്ലെങ്കിൽ ന്യായാധിപനെ പോലെയുള്ള ഒരു പിക്ചർ അല്ല ദൈവത്തിന്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തില്ല നമ്മളെ എന്തിനാ പറയുന്നത്, ഒരു കുഞ്ഞുങ്ങളെക്കുറിച്ച് അപ്പനമ്മമാരെ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു. അവർക്ക് കൂടുതൽ കഴിവുള്ള കൊച്ചുങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കണം. ഇപ്പം ഒരു അപ്പന് 2 മക്കളുണ്ട്. ഒരു മോന് നല്ല ബുദ്ധിമാനാണ്, ഒരു മോന് അത്ര ബുദ്ധി അത്ര അങ്ങ് പോരാ. എന്നുവെച്ചാൽ അവൻ്റെ IQ അത്ര ഒന്നും വളർന്നിട്ടില്ല, അവന് ചെറിയൊരു പ്രയാസമാണ്. അപ്പോൾ രണ്ടുപേരിൽ നിന്നും ഒരുപോലെയല്ല എക്സ്പെക്ട് ചെയ്താൽ ആ അപ്പനെ ബുദ്ധി കുറവുണ്ടെന്ന് പറയേണ്ടി വരും, അപ്പൻ്റെ ഐക്യം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടുപേരും ഒരുപോലെ എക്സ്പെക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അല്ലെ. കൂടുതൽ സമർത്ഥനായിട്ടുള്ള ആളിനോട്
അപ്പം നീ കൂടുതലായിട്ട് അത് അധ്വാനിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കണം. മറ്റേ ആൾ ശരി, അവന് അത്രേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് അത്രേ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾക്ക് പറ്റുന്ന പോലെ അവളെ കൊണ്ടാവത് അവൾ ചെയ്തു എന്ന് മാർക്കോസ് 14:8 കർത്താവ് ബദനിയിലെ മറിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഷീ ഡിഡ് വാട്ട് ഷീ കുഡ് എന്ന് പറയുന്നതുപോലെ നമ്മളാലാവത് അതാ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം വെച്ചാണ് കർത്താവ് ന്യായം വിധിക്കുന്ന അവിശ്വാസികളായാലും വിശ്വാസികളായാലും. ഈവൻ അർമഗദോൻ യുദ്ധത്തിൽ, അതായത് കർത്താവ് രണ്ടാമതിന് വരുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം കർത്താവിനെതിരായിട്ട് ചെല്ലുമ്പം കർത്താവ് അവരെ സംഹരിക്കുന്ന, കർത്താവ് അവരുടെ മേലെ ന്യായവിധി തീർക്കുന്ന ആ ഒരു യുദ്ധത്തെയാണ് അർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. അർമഗദോൻ യുദ്ധത്തിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ 17 മുതലുള്ള വാക്യങ്ങൾ ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്നത്. അവിടെ ആ ചോര ഒഴുകുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ, അവിടെ ചോര ഒഴുകുന്നെന്ന് പറഞ്ഞാൽ അവിടെ ചക്കിൽ നിന്ന് രക്തം ഒഴുകും എന്നാണ് ആ 20-ാമത്തെ വാക്യത്തിൽ, വെളിപാട് 14:20 നമ്മൾ വായിക്കുന്നത്. അർമഗദോൻ യുദ്ധത്തിൽ യെരുശലേമിൽ നിന്ന് മൈലുകളോളം ഈ ചോരപ്പുഴ ഒഴുകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പ്രവചനാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അന്തിമോചനം പുസ്തകത്തിൽ ഇപ്പം നമ്മളിപ്പം വായിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിലും അർമഗദോൻ യുദ്ധത്തിലാണെങ്കിലും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താ കർത്താവ് തൻ്റെ വായിൽ നിന്ന് വരുന്ന വാളാൽ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനമാകുന്ന നാവിനാലാണ് കർത്താവ് ന്യായം തീർക്കുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ അത് വചനത്തിൽ റിപ്പീറ്റഡായിട്ട് ആ ഒരു പ്രയോഗം നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മളത് വെളിപാട് 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാട് 19-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം, ജാതികളെ വിട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന്, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അവന് ദൈവവചനം എന്ന പേരെന്ന് പറയുമ്പോൾ യേശുവാണെന്ന് നമുക്കറിയാം. വെളിപാട് 19:13 ദൈവവചനം എന്ന പേരെന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു ഒരു വെള്ള കുതിരമേൽ വരുവാണ്. അവിടെ വ്യാജനായ എതിർ ക്രിസ്തുവും വെള്ള കുതിരമേൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 6-ാം അധ്യായത്തിൽ വായിച്ചു. എന്നാൽ ഇവിടെ യഥാർത്ഥ ക്രിസ്തുവും വെള്ള കുതിരമേൽ വരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തിൽ, ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. വായിൽ നിന്ന് മൂർച്ചയുള്ള വാള ഏതാ? ദൈവവചനമാകുന്ന വാള. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. കർത്താവിൻ്റെ ആ ഒരു ആത്മീയ അധികാരത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് മെസ്സിയാനിക് അതോറിറ്റി. മെസ്സിഹ അപേക്ഷിക്കത്തിൻ്റെ അധികാരം, ആത്മീയ അധികാരം. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. അത് മദ്യത്തിൻ്റെ ചക്ക് എന്നൊക്കെ പറയുന്നത് അത് അവിശ്വാസികളുടെ മേലുള്ള ന്യായവിധി കുറിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ പോർഷനൊക്കെ ചിന്തിക്കും. നമ്മൾ ആ ക്വസ്റ്റ്യൻസിലോട്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകുമല്ലോ. അപ്പം അതാ നമ്മളിപ്പം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 16 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പം കണ്ടു. ഇപ്പം 17 മുതലുള്ള വാക്യം, 17 മുതൽ 20 വരെയുള്ള വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പം ജഗബേർ ഇപ്പം വായിക്കുമല്ലോ. അജ്ബേർ ആ കറസ്പോണ്ടിങ് പോർഷൻസ് ആക്വിൻ ബ്രദറിന്റെ അതിമൂജ്യം പുസ്തകത്തിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 17 മുതൽ 20 വരെ. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ളൊരു കോങ്കത്തെ പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തെ പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ ഇട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഭൂമിയിലെ മുന്തിരി വള്ളിയിൽ നിന്നാണ് ഇവിടെ കുല അറുത്ത് കൂട്ടുന്നത്. സ്വർഗത്തിലെ യഥാർത്ഥ മുന്തിരിവള്ളി യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 15:1. പക്ഷേ ഇത് മറ്റൊരു മുന്തിരിവള്ളിയാണ്, ഭൂവാസികളുടെ മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളിയുടെ കുലകൾ ന്യായവിധിക്ക് പാകമായിരിക്കുന്നു. കാര്യങ്ങൾ പാകമാകുമ്പോഴാണ് ദൈവം ആളുകളെ ന്യായം വിധിക്കുന്നത്. ഉദാഹരണത്തിന് ഉൽപ്പത്തി 15:13 അബ്രഹാമിന്റെ സന്തതി പരമ്പരയെ 400 വർഷത്തിന് ശേഷം കനാനിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്നു. കാരണം
അപ്പോൾ മാത്രമേ കനാന്യർ ന്യായവിധിക്ക് പാകമാകുകയുള്ളൂ. ലേവ്യർ 18 നാം വായിക്കുന്നത് കനാന്യരുടെ പാപം കൂടുതലും ദുർനടപ്പായിരുന്നു എന്നാണ്. അതുകൊണ്ട് കനാന്യരെ നശിപ്പിക്കാൻ ദൈവം യോശുവയ്ക്ക് കൽപ്പന നൽകി. ഇതേ കാരണം കൊണ്ടാണ് നോഹയുടെ തലമുറയെയും ദൈവം നശിപ്പിച്ചത്. അന്ന് ലോകം മുഴുവൻ ദുർനടപ്പ് വ്യാപകമായിരുന്നത് കൊണ്ട് ദുഷ്ടരെ തുടച്ചു മാറ്റിയില്ലെങ്കിൽ ലോകം മുഴുവൻ ദുഷിച്ചു പോകും എന്നതുകൊണ്ടാണ് ദൈവം ന്യായവിധിയുടെ പ്രളയം അയച്ചത്. ശരീരം മുഴുവൻ വ്യാപിക്കുന്നതിന് മുമ്പ് ഗാംഗേനുള്ള കാല് മുറിച്ചു മാറ്റി രോഗിയെ രക്ഷിക്കുന്നത് പോലെ ആണ് ഇത്. അബ്രഹാമിന്റെ കാലത്ത് കനാന്യരുടെ പാപം തികഞ്ഞിരുന്നില്ല. ഉൽപ്പത്തി 15:16. അത് ന്യായവിധിക്ക് പാകം ആയിരുന്നില്ല. കരുണയും ദീർഘക്ഷമയും ഉള്ളവനാകയാൽ ദൈവം ഏറെ നാൾ കാത്തിരിക്കും. ഇന്നത്തെ ലോകത്തിലെ ദുഷ്ടതയും അക്രമവും ലൈംഗിക അരാജകത്വവും കാണുമ്പോൾ ദൈവിക ന്യായവിധിക്ക് ആയെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ ദൈവം അത് പാകമാകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുവരെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നില്ല. ഓരോ തവണ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നു. തങ്ങളുടെ പാപങ്ങളെ വിട്ട് തിരിയണമെന്ന് ആളുകളെ പ്രബോധിപ്പിക്കാൻ അവിടുന്ന് തന്റെ ദാസന്മാരെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ മനം തിരിയുന്നില്ല. ഓരോ തവണ ദൈവവചനത്തെ നിഷേധിക്കുമ്പോഴും അവർ ന്യായവിധിക്കായി അല്പം കൂടി പാകമാകുകയാണ്. ഒടുവിൽ ഒരു ദിവസം ദൂതൻ പ്രഖ്യാപിക്കും, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. മുന്തിരിച്ചാറ് ഒഴുകത്തക്കവണ്ണം മുന്തിരിങ്ങ ഇട്ട് മെതിക്കുന്ന സ്ഥലമാണ് ചക്ക്. ഹർമഗദോൻ എന്ന അന്തിമ യുദ്ധത്തിൽ യെരുശലേമിന് ചുറ്റും 200 മൈൽ ദൂരത്തോളം രക്തം ഒഴുകുന്നതിന്റെ ഒരു ചിത്രമാണ് ഇത്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വാക്യത്തിന് റെഫറൻസ് കൗശലക്കാരനെ ദൈവം തന്റെ കൗശലത്തിൽ പിടിക്കുന്നു എന്നുള്ളതിന്റെ ആ റെഫറൻസ് 1 കൊരിന്ത്യർ 3:21 3:19. 1 കൊരിന്ത്യർ 3:19 ഇങ്ങനെ പറയുന്നത്, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമത്രേ, അവർ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. ഹി ക്യാച്ചസ് ദ വൈസ് ഇൻ ദ ക്രാഫ്റ്റ്നെസ്. അതായത് ലോകപ്രകാരമുള്ള ജ്ഞാനം കൗശലമായിട്ട് നടക്കുമ്പോൾ ദൈവം നമ്മുടെ ആ കൗശലത്തെ തന്നെ പിടിക്കും. അതുകൊണ്ട് അപ്പം വചനം കേട്ട കൂടുതൽ ന്യായവിധി വരും. അപ്പം അതുകൊണ്ട് വചനം കേൾക്കേണ്ട എന്നുള്ളൊരു കൗശലമായിട്ടിരുന്നാൽ അത് നിനക്ക് വചനം കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ട് നീ അത് തൃണവത്കണിച്ചത് അല്ലെങ്കിൽ നീ അത് പാഴാക്കിയത് എന്താ എന്ന് ആയിരിക്കും കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള അടുത്ത ചോദ്യം. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിനോടുള്ള ഒരു സമർപ്പണം, അത് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന. ആ സമർപ്പണം ഉണ്ടെങ്കിൽ നമ്മെ തന്നെ താഴ്ത്തി നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തന്നെ നമ്മൾ കേൾക്കുന്ന വചനമെല്ലാം അത് ഫ്രൂട്ട്ഫുൾ ആകുവാനും ഫലവത്താകുവാനും കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കും. നമ്മളിപ്പോൾ ഇവിടെ 17ാമത്തെ വാക്യം, അതായത് വെളിപാട് 14-ന്റെ 17ാമത്തെ വാക്യം മുതൽ ഇപ്പം നമ്മൾ വായിച്ചല്ലോ. 17ാമത്തെ വാക്യത്തിൽ മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. സ്വർഗത്തിലെ ആലയം എന്ന് പറയുന്നതല്ല, പ്രതീകാത്മകമായ ഭാഷയാണെന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈവൻ 15ാമത്തെ വാക്യത്തിൽ മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അത് നമ്മളിപ്പം വെളിപാട് 21 വരുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ ആകത്തുക യോഹന്നാന് വെളിപ്പെടുമ്പോൾ യോഹന്നാൻ എന്താ പറയുന്നേ, വെളിപാട് 21-ാം 22 മന്ദിരം അതിൽ കണ്ടില്ല. ടെമ്പിൾ ഐ സോ നോ ടെമ്പിൾ. അവിടെ സ്വർഗത്തിൽ ചെന്നിട്ട് ആലയം എന്ത് ചെയ്യുന്നു നമ്മൾ ചോദിച്ചാൽ, അവിടുത്തെ ആലയം ആരാന്ന് ചോദിച്ചാൽ കുഞ്ഞാട് അതിൻ വിളക്കാണെന്ന് നമ്മളിന്ന് പാട്ടിൽ പാടി. കുഞ്ഞാട് അതിൻ്റെ മന്ദിരവുമാണ്. കുഞ്ഞാട് വിളക്കാണെന്ന് 23ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു എന്നുള്ള കാര്യം. 22ാമത്തെ വാക്യം വെളിപാട് 21-ന്റെ 22, 23 ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ്. വെളിപാട് 21-ാം 22ാമത്തെ വാക്യത്തിൽ മന്ദിരം അതിൽ കണ്ടില്ല, സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും തന്നെ
അതിനെ മന്ദിരമാകുന്നു. ദ ഗോഡ് ദ ഓൾമൈറ്റി, ദ ഫാദർ ആൻഡ് ദ ലാംപ്, കുഞ്ഞാടുമാണ് അതിൻ്റെ മന്ദിരം. സ്വർഗത്തിലെ മന്ദിരം തന്നെ യേശു കർത്താവാണ്. അപ്പം ആ മന്ദിരത്തിൽ നിന്ന് ആര് വരുന്നത്, ഒരു മറ്റൊരു ദൂതൻ വരുന്നത് ഇപ്പം നമ്മളിവിടെ തിരിച്ച് 14 അധ്യായത്തിന് 17 വാക്യത്തിൽ മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. അപ്പം യേശു മാത്രമല്ല ഈ അരിവാള്, കോൺകത്തി അല്ലെങ്കിൽ സിക്കിള് പിടിച്ചിരിക്കുന്നേ, ഇവിടെ ഈ ഒരു ദൂതൻ്റെ കയ്യിലും ഈ കോങ്കത്തി പിടിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുക. പിന്നെ 18 വാക്യത്തിൽ തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ. അപ്പം ഓരോ ദൂതന്മാർക്കും പല രീതിയിലുള്ള അധികാരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വായിക്കുന്നത്. അനദർ ഏഞ്ചൽ, ദ വൺ ഹു ഹാസ് പവർ ഓവർ ഫയർ. അപ്പം ദൂതന്മാരുടെ ആ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ ദൂതന്മാരുടെ മിസ്റ്റീരിയസ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് സ്വർഗീയമായ പല കാര്യങ്ങളൊന്നും നമുക്കത് അറിയേണ്ട കാര്യമില്ല. അറിയേണ്ടതായിട്ടുള്ള ജീവനും ഭക്തിക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ നമുക്ക് തെളിവായിട്ട് തന്നിട്ടുണ്ട്. എന്നാൽ അതിലും ആഴത്തിലുള്ള എത്രയോ കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പം തീയുടെ മേൽ അധികാരമുള്ള ഒരു ദൂതൻ്റെ ഒരു പ്രയോഗം നമ്മളിവിടെ 18 വാക്യത്തിൽ കാണുന്നു. തീയുടെ മേൽ അധികാരമുള്ള മറ്റൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കട്ടി പിടിച്ചിരിക്കുന്നവനോട് പറയുക, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ, ഫ്രം ദ വൈൻ ഓഫ് ദ എർത്ത്, ഭൂമിയിലെ മുന്തിരി. കർത്താവ് പറഞ്ഞു, ഞാനാണ് സാക്ഷാൽ മുന്തിരി എന്ന് പറയുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലെ ജീവിച്ചേക്കിന് കർത്താവ് സ്വർഗീയവാസിയായിട്ടാണ്, ഏറ്റവും ദ പെർഫെക്റ്റ് ഹെവൻ ഡ്വെല്ലറായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചവനാണ് നമ്മുടെ അരുമനാഥനായ കർത്താവ്. അപ്പം ആ സ്വർഗീയ മുന്തിരിയായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് പിതാവിന് ഏറ്റവും റൈപ്പായിട്ടുള്ള, ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള മുന്തിരിങ്ങ ഫലം കായ്ച്ച്, തൻ്റെ ജീവിതം കൊണ്ട് ഫലം കായ്ച്ച്, ഇവൻ എൻ്റെ പ്രിയപുത്രനെ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും പിന്നെ അത് തുടക്കത്തിൽ സ്നാനജലത്തിൽ പറയുന്നുണ്ട്. പിന്നെ മറുരൂപമലയിൽ, പിന്നെ മത്തായി 3 അധ്യായത്തിൽ സ്നാനജലത്തിൽ, മത്തായി 17 അധ്യായത്തിൽ മറുരൂപമലയിൽ ഇവൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ യോഹന്നാൻ 12 അധ്യായത്തിൽ നമ്മൾ ആ വാക്യം കാണുന്നുണ്ട്, ഹാവ്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വരുന്നു, ഞാൻ എൻ്റെ നാമം മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പിതാവിൻ്റെ അറ്റസ്റ്റേഷൻ, അങ്ങനെ ഭൂമിയിലെ മുന്തിരിയായിട്ടാണ് അത്. നമ്മളിപ്പോൾ യോഹന്നാൻ 15 1 വാക്യം നമ്മളിനി എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാസങ്ങളായിട്ട് അത് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. കർത്താവിനെ പറയുന്ന കർത്താവിൻ്റെ മേജറായിട്ടുള്ള മെയിനായിട്ടുള്ള 7 അയാം സ്റ്റേറ്റ്മെൻറ്റ്സിൽ 7ാമത്തെ അയാം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐ ആം ദ ട്രൂ വൈൻ. അത് യോഹന്നാൻ 15 1 വാക്യത്തിലും 5 വാക്യത്തിലും 1 വാക്യത്തിലും 5 വാക്യത്തിലും 15 എന്ന് പറയുമ്പോൾ 1ഉം 5ഉം ആണല്ലോ. ഇപ്പം 15 1ഉം 5ഉമാണ് ഈ ഐ ആം ദ ട്രൂ വൈൻ, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് കർത്താവ് പറയുന്നൊരു കാര്യം നമ്മുടെ അവിടെ വായിക്കുന്നത്. ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്, ഐ ആം ദ ട്രൂ വൈൻ എന്നൊക്കെ അവിടെ 1-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം സ്വർഗത്തിൽ മുന്തിരിവള്ളിയാണ് കർത്താവ്, ഇത് മറ്റൊരു മുന്തിരിവള്ളി, ഭൂമിയിലുള്ള ആ സ്വർഗത്തിലെ മുന്തിരിവള്ളിയുടെ ബ്രാഞ്ചസ് ആകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, സ്വർഗീയമായ മുന്തിരിവള്ളി. എന്നാൽ ഈ ഭൂമിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് മുന്തിരിവള്ളിയിൽ, ഭൂമിയിലുള്ള ആ ഒരു മുന്തിരിവള്ളി എന്നുവെച്ചാൽ ഭൂമിയിലായിരുന്നു അവരുടെ എല്ലാ ആഗ്രഹങ്ങളും, അവരുടെ അഭിലാഷങ്ങളും, മനുഷ്യമാനവും പണവും ജഡിക സുഖങ്ങളും, മണി, ഓണർ, പ്ലഷേഴ്സ്, ലസ്റ്റ് ഓഫ് ദ ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, പ്രൈഡ് ഓഫ് ലൈഫ്, കൺമോഹൻ, ജഡമോഹൻ, ജീവിതത്തിൻ്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16. ലോകം, നമ്മൾ അത് ഓരോ ആഴ്ച നമ്മൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പം ആ ഭൂമിയിലെ മുന്തിരിങ്ങ അറുത്ത്, അത് 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 18 വാക്യത്തിൽ തന്നെ അത് വായിക്കുന്നത്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ, റൈപ്പായതിനാൽ നിന്റെ മൂർച്ചയുള്ള കൊങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ പുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് പാകമാകയാലാണ്, ബിക്കോസ് ഇറ്റ് ഇസ് റൈപ്പ്, അതാ വായിക്കുന്നത്. ത്രൂ ദ 18 വാക്യത്തിൽ പുട്ട് ഇൻ യുവർ ഷാർപ്പ് സിക്കിൾ ആൻഡ് ഗാദർ ദ ക്ലസ്റ്റേഴ്സ് ഓഫ് ദ വൈൻ ഓഫ് ദാറ്റ് ബിക്കോസ് ഹർ ഗ്രേപ്സ് ആർ റൈപ്പ്. പാകമായാലേ ദൈവം അറുക്കുന്നുള്ളൂ. അവിടെ ചിലപ്പം ഇത്രയും എന്തായാലും ഇത് ദുഷ്ടതയാ, അപ്പം ഇതങ്ങ് മുളയിലങ്ങ് നുള്ളിക്കളഞ്ഞൂടെ, ദൈവം ഇത്രയും പാകമാകാൻ വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ദീർഘക്ഷമയാണ് അവിടെ കാണുന്നത്. അത് ആരും വിചാരിക്കുന്നത് പോലെ സ്ലോനെസ് അല്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പത്രോസ് എന്താ നമുക്കറിയാം, 2 പത്രോസ് 3:9 നമ്മൾ ഈ അടുത്തും ആ വാക്യം എടുത്തായിരുന്നല്ലോ. എന്താ നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെ ദൈവം എന്തോ മന്ദിച്ചിരിക്കുന്നതല്ല, സ്ലോ ആയിട്ടിരിക്കുന്നതല്ല. യേശു വരും എന്ന് നിങ്ങൾ പുലി വരുന്നേ എന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ടല്ലോ.
ദൈവം എന്താ എവിടെ ഇങ്ങനെ സ്ലോ ആയിട്ടിരിക്കുന്നേ, സ്ലോ മോഷനാണോ എന്ന് ചോദിച്ചാൽ 2 പത്രോസ് 3:9 പത്രോസ് പറയും, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. കർത്താവ് ഈസ് നോട്ട് സ്ലോ, കർത്താവ് സ്ലോ അല്ല, താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. ഈ ഭാഗമാകുന്നതിൻ്റെ ഇടയ്ക്ക് പലരും മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ദീർഘക്ഷമ, ആ ദൈവം കനാന്യരോട് പോലും ദീർഘക്ഷമ കാണിച്ച ഒരു കാര്യമാണ് നമ്മളിപ്പം ഉൽപ്പത്തി 15 അധ്യായത്തിലെ 2 റെഫറൻസ്, അതിൻ്റെ ഒരു 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി 15 അധ്യായത്തിലെ എബ്രഹാമിനോട് പറയുമ്പം എബ്രഹാമിനോട് കനാന്യരുടെ ദേശം തനിക്ക് വാഗ്ദത്ത ഭൂമിയായിട്ട് തരാം എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എബ്രഹാമിൻ്റെ സന്തതികൾ ഇന്നും ദൈവം സഹായിച്ച് എന്താ നമ്മളറിയാം, ഇസ്രായേൽ ജനത ഇന്ന് അവിടെ എബ്രഹാമിൻ്റെ സന്തതികൾ ആ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിൽ തന്നെ അവർ അവകാശമാക്കി അവിടെ താമസിക്കുകയാണ്. അവർക്ക് പല പ്രയാസങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഉൽപ്പത്തി 15 അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ജെനസിസ് 15:13 എന്താ വായിക്കുന്നത്? അപ്പോൾ അവൻ എബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, അതായത് പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, മിസ്രയീമിൽ സേവിക്കും. 400 വർഷക്കാലം എന്നാ ദൈവം ഉദ്ദേശിച്ചത്. എന്നാൽ അവർ 430 വർഷം, ഒരു 30 വർഷം കൂടെ എക്സ്ട്രാ അവർക്ക് സേവിക്കേണ്ടി വന്നു. അത് ഒരുപക്ഷെ മോശ എന്ന ദൈവമനുഷ്യനെ പക്വത ആ ഒരു ദൈവം ആഗ്രഹിച്ച നുറുക്കത്തിലേക്ക് വരുന്നതിൽ വന്ന താമസമായിരിക്കാമെന്നൊക്കെ സാങ്ക്ബറിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 400 സംവത്സരം എന്ന ദൈവം ആഗ്രഹിച്ചു. എന്നാൽ 430 വർഷക്കാലം അവർ അവിടെ തങ്ങിയിരുന്നു എന്നുള്ള കാര്യം പിന്നെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അതാ നമ്മളിവിടെ വായിക്കുന്നത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇബ്രാഹിമിനോട് പറയുന്നത്, എൻ്റെ സന്തതികളെ ഈ മിസ്രയീമ്യരെ പീഡിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന എന്താ, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ദൈവത്തിൻ്റെ വാഗ്ദത്തം വളരെ സമ്പത്തോടുകൂടി മിസ്രയീമിനെയൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു പോകുന്ന കാര്യം. കൊള്ളയടിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതുവരെ കൊടുക്കാതിരുന്ന കൂലിക്കൊക്കെ തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവർ ദൈവം തന്നെ മോശ തന്നെ അവരോട് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ അവരെടുത്തുകൊണ്ട് വരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. 15-ാമത്തെ ഭാഗത്തിൽ, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് പറയാം 16-ാമത്തെ വാക്യം, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അത് എബ്രഹാം കഴിഞ്ഞിട്ടുള്ള 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഇസ് നോട്ട് ഇറ്റ് കംപ്ലീറ്റ്. ആ കംപ്ലീറ്റ് എന്നുള്ള വാക്ക് സാലേം എന്നുള്ള വാക്കാണ്. ആ സാലേം എന്നുള്ള വാക്ക് നമുക്ക് അറിയാം, ജെറുസലേം എന്നുള്ള വാക്ക് തന്നെ അതിൽ നിന്ന് വന്നത്. സലേം എന്നുള്ള വാക്ക് ശാലോം അല്ലെങ്കിൽ സാലേം എന്നുള്ള വാക്ക് സമാധാനം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ആ വാക്കിന് കംപ്ലീറ്റ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. ചില കംപ്ലീറ്റ് ആകുമ്പോഴാണല്ലോ സമാധാനം, ഒരു സ്വസ്ഥത വരുന്നത്. ആ ഒരു അർത്ഥത്തിലുള്ളൊരു വാക്ക് ശലേം, കംപ്ലീറ്റ്, സേഫ്, പീസ്ഫുൾ, പെർഫെക്റ്റ്, ഫുൾ, ഫിനിഷ്ഡ്, പീസ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ എബ്രായ പദത്തിൻ്റെ ഷെയ്ഡ്സ് ഓഫ് മീനിങ്. അപ്പം ആ അമോര്യരുടെ പാപം ശാലയുമായില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് ഫിനിഷ്ഡ് ആയില്ല, അതങ്ങ് പെർഫെക്റ്റ് ആയില്ല, അതങ്ങ് റൈപ്പ് ആയില്ല, അത് പാകമായില്ല. അവർ ഇപ്പോഴും പാപത്തിൽ തന്നെ, എങ്കിലും അവർ ന്യായം വിധിക്കുക ദൈവത്തിന്. നമ്മൾ നോക്കുമ്പോൾ ഇത്ര വലിയ പാപം എന്നേ ദൈവം ന്യായം വിധിക്കണമെന്ന് ലോകത്ത് പലതൊക്കെ സംഭവിക്കുന്നതാണ്. അയ്യോ ദൈവമേ, എന്താ ന്യായം വിധിക്കാത്ത, എന്താ വേഗം വരാത്തതെന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചു പോയിരുന്ന ദൈവം പലരെയും ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഒരു സമയത്ത് പെട്ടെന്നൊരു ന്യായത്തീർപ്പുണ്ടാകുക. ഇപ്പം തന്നെ പല പ്രസിഡന്റുമാർ, പ്രൈം മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള പല അധികാരത്തിലിരിക്കുന്നവരൊക്കെ ഒരു സമയത്തിന് ശേഷം പിന്നെ അവരൊന്നും കാണുന്നില്ല. പല രാജ്യങ്ങളിലാവട്ടെ, നമ്മുടെ തന്നെ ഇന്ത്യയിലുള്ള പല ഇടങ്ങളിലാവട്ടെ, അങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ ഒരു സമയം വരെയൊക്കെ ചിലർ ദൈവം ഓരോരുത്തരിടങ്ങളിലൊക്കെ ഇരുത്തും. അതിനുശേഷം പിന്നെ എവിടെ പോയിന്ന് ചിലപ്പം നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം അതുപോലെയൊക്കെ ഇനിക്വിറ്റി ഓഫ് ദി അമോറൈറ്റ് ഇസ് നോട്ട് ഇറ്റ് കംപ്ലീറ്റ് എന്നുള്ളൊരു കാര്യം. അപ്പം ആ കനാന്യരുടെ പാപത്തെക്കുറിച്ചൊക്കെ ലേവ്യപുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലേവ്യപുസ്തകം 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അവിടെ എല്ലാം സെക്ഷൽ പെർവേർഷൻ്റെ പാപങ്ങളാണ് പറയുന്നത്. ലൈംഗിക അരാജകത്വം, വ്യഭിചാരം, സ്വവർഗഭോഗം, മൃഗങ്ങളുമായിട്ടുള്ള
പാപങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അതിനെതിരായിട്ടുള്ള കൽപ്പനകളൊക്കെ കൊടുത്തിട്ട് 18 അധ്യായം മൊത്തം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം രക്തബന്ധത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വളരെ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ, അതെല്ലാം അതിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? ലേവ്യ പുസ്തകം 18:24 ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. അപ്പൊ ഈ കനാന്യരെ നമ്മൾ ശരിക്കും ഈ കനാന്യരെയും അമോറൈറ്റ്സിനെയും ജെബൂസൈറ്റ്സിനെയൊക്കെ കൊന്ന് ഇവിടെ സ്ഥലം കൈവശമാക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് അതിനകത്തും കുറെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഇല്ലേ, അവിടെയും കുറെ നല്ല മനുഷ്യർ കാണത്തില്ലേ, അവരെയൊക്കെ കൊന്നൊടുക്കാനും പറയുന്ന ക്രൂരനായ യഹോവയോ, ഇതെന്തുവാ, ഇത് പഴയ നിയമത്തിലെ ദൈവം ഇത്ര ക്രൂരനാണോ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് മാനുഷിക ബുദ്ധിയിൽ തോന്നാം. എന്നാൽ അവരുടെ പാപങ്ങളുടെ ലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ 18 അധ്യായത്തിന് ആദ്യം മുതലങ്ങ് വായിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ആണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെ തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ഇനിയിപ്പം നിങ്ങളും കൂടെ അശുദ്ധരാകാതിരിക്കാൻ വേണ്ടിയാ ഇവരെ എല്ലാം വെച്ചാൽ ദൈവം അവർക്ക് അത്രയും സമയം കൊടുത്തു. അതിലൊന്നും മനസാന്തരപ്പെടാതെ അവരിരുന്നതുകൊണ്ട് ഇന്ന് പുതിയ നിയമത്തിലെ ദൈവം നമ്മളോട് ആരെയും കൊല്ലാനും കൊലവിളിക്കാനും അല്ല പറയുന്നത്. ദൈവം തന്നെ ദൈവത്തിൻ്റെതായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തോളൂ. എന്നാൽ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ മെത്തേഡിൽ ദൈവത്തിൻ്റെ ജനമായിട്ടുള്ള ഇസ്രായേലിനെ ഉപയോഗിച്ച് അവർക്ക് എതിരെ ന്യായ തീർപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളോട് കാണുന്നത്. അപ്പം ദൈവം അവരെ ആ കനാന്യരെ കനാന്യരെ സ്വന്തം ദേശത്തു നിന്ന് ഓടിച്ചിട്ട് ഇസ്രായേലുകാർ അവിടെ വന്ന് താമസിച്ചെന്ന് നമ്മൾ വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ദൈവം തന്നെ അവരോട് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്ത് അവർ അവിടെ കനാൻ ദേശം അവർ യോശുവയുടെ നേതൃത്വത്തിൽ പിന്നീട് അവർ അവകാശമാക്കുന്നൊരു കാര്യം നമ്മളോട് കാണുന്നുണ്ട്. അപ്പം യോശുവയുടെ നേതൃത്വത്തിലെ യോശുവയുടെയും കാലേബിൻ്റെ നേതൃത്വത്തിൽ കനാന്യർക്കെതിരായിട്ടുള്ള ആ യുദ്ധത്തിൽ അവരെ അതുപോലെ ന്യായം വിധിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം തന്നെ പ്രളയം അയച്ച് നോഹയുടെ കാലത്ത്, അതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേപോലെ പ്രളയം അയക്കുന്ന സമയത്ത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ അവിടെയും ഇതുപോലെ സെക്ഷൽ ഇമ്മൊറാലിറ്റിയും വയലൻസും ലൈംഗിക അരാജകത്വവും അക്രമങ്ങളും ഒക്കെ ആയിരുന്നു അന്നും പെരുകിയിരുന്നത്. അന്നും ദൈവം നോഹയെ തനിക്ക് പ്രിയമായിട്ട് കണ്ടുള്ളൂ. നോഹയും നോഹയുടെ കുടുംബത്തെയും ബാക്കിയെല്ലാം അതുപോലെ ദുഷിച്ചിരുന്നു. അപ്പം നമ്മളിപ്പം അന്തിമവിജയം പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ഒരു കാലിൽ ഗാംഗ്രീൻ ഉണ്ടെങ്കിൽ അത് ഗാംഗ്രീൻ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ, അയ്യോ എൻ്റെ കാല് കട്ട് ചെയ്ത് കളയരുതേ ഡോക്ടറെ, എൻ്റെ സ്വന്തം കാലാണ്, ഞാൻ ഇത്ര നാല് കാല് കൊണ്ട് അവിടെ നിന്ന് പക്ഷേ നടന്നത് എന്ന് പറഞ്ഞാൽ ഈ കാല് ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഈ ശരീരം മൊത്തവും പെട്ടെന്ന് കോഫിൻ ബോക്സിലാക്കാം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പം എന്ന് പറയുന്നത് പോലെ ആ മൊത്തവും ആ ശരീരത്തിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി ആ ഗാംഗ്രീനുള്ള കാല് മുറിച്ച് കളയുന്നത് പോലെ ആണ് ദൈവം അന്ന് അതുപോലെ അവരോട് ദൈവം ദീർഘക്ഷമയോടെ പെരുമാറി അവസാനം അവസാനം ദൈവം അതിൻ്റെ ന്യായത്തീർപ്പ് തീർക്കുന്നൊരു കാര്യം. ഇപ്പം നമ്മൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 24 നമ്മളത് വായിച്ചു. അതുകൊണ്ട് 15-ാം അധ്യായത്തിൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ 25-ാമത്തെ വാക്യം, അതായത് ലേവ്യർ 18-25 ദേശവും അശുദ്ധമായി തീർന്നു. അപ്പം ഈ പാപങ്ങൾ സംഭവിക്കുമ്പോൾ ഭൂമിയും അശുദ്ധമായി തീരുന്നു. ദോസ് ഹു കറപ്റ്റ് ദ എർത്ത്, നമ്മൾ അങ്ങനൊരു വാക്യത്തിൻ്റെ പ്രയോഗമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ഇറ്റ് ഇസ് ടൈം ഫോർ യു ടു ജഡ്ജ് ദോസ് ഹു കറപ്റ്റ് ദ എർത്ത് എന്നുള്ളൊരു പ്രയോഗമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനം ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള കാലവും ചെന്നു. അപ്പം ദൈവം അന്തിമമായിട്ട് അന്ന് ആത്യന്തികമായിട്ട് അത് ചെയ്യും. എന്നാൽ ഇന്നും ഭൂമിയെ നശിപ്പിക്കുന്നവർ, അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ഭൂമിയും കൂടെ നശിപ്പിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അതാ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, ദേശവും അശുദ്ധമായി തീരും, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു, ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു, ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു, ദേശം അശുദ്ധമായി തീർന്നു. അപ്പം ദേശം തന്നെ ഇവരെ ഛർദ്ദിച്ച് കളയുന്ന ഒരു പ്രോസസ്സായിട്ട് ദൈവം അവരുടെ മേലുള്ളൊരു ന്യായവിധിയെ കളയുന്നത്. ഇപ്പം നമ്മളുടെ ശരീരത്തിലെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളതിനെ ഛർദ്ദിച്ച് കളയുന്നതെന്ന് പറയുന്നത് പോലെ
ദേശം തന്നെ, ഭൂമി തന്നെ ഈ നിവാസികൾ ഇത്രയും പാപത്തിൽ ജീവിക്കുന്നവരെ ഛർദ്ദിച്ച് കളയുന്നൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടും അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ ആ 28-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. 28-ാമത്തെ വാക്യം, ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ, നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്തതിന്. പരദേശി വേറെ ഒരാൾ പുറത്തുനിന്ന് വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവൊന്നുമില്ല. അവിടെയും ലൈസൻസ് ഇല്ല, ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിൽ ഏതെങ്കിലും ചെയ്താൽ 29-ാമത്തെ വാക്യം, അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. ഛേദിച്ച് കളയണം. 28-ാമത്തെ വാക്യം അത് മലയാളത്തിൽ 27-ാമത്തെ വാക്യത്തിൽ തന്നെ പിന്നെയും ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എന്നുള്ളൊരു പ്രയോഗം വായിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ച് കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ച് കളയാതിരിക്കുവാൻ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണമെന്ന് 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 30-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെ. അത് വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം അതൊരു വേദനയായിട്ട് ഭാരമായിട്ടുള്ള കാര്യമായിട്ട് ആ ദേശവാസികളെ ദൈവം അതുകൊണ്ട് ന്യായം തീർക്കുന്നത്. നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക, നിങ്ങളും അതിലെ ആ വഴിയെ പോകരുതേ എന്ന് പറഞ്ഞ് ഒരു അപ്പം മക്കളെ ഉപദേശിക്കുന്ന പോലെ ഹൃദയഭാരത്തോടെ വീണ്ടും വീണ്ടും ആ വാർണിങ്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നൊരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മളിപ്പോൾ അവിടെ ഉൽപ്പത്തി 15-13 നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചു. നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിൽ ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. വൈൻ ഓഫ് ദ എർത്ത്. 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം, ഭൂമിയിലെ മുന്തിരിക്കുല, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കെന്ന് പറയുന്നത് ഈ വാറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേപ്സ് ഒക്കെ എല്ലാം കൂടി ഇട്ട് വൈൻ ഉണ്ടാക്കുന്ന ആ സ്ഥലം, അതാ ചക്ക്. അപ്പം ആ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വലിയ ചക്കിലിടുമ്പോൾ എന്താ പറയുന്നത്, ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നത് പോലെ മനുഷ്യരുടെ രക്തം ഒഴുകുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഒരു പ്രതീകാത്മകമായ ഭാഷയിൽ, ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ചക്ക്, അത് 20-ാമത്തെ വാക്യം, ചക്ക് നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ച്, ആ നഗരത്തിന് പുറത്താണ് ഏത് സ്ഥലം എന്ന് വെച്ചാൽ അർമ്മഗദം എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് യെരുസലേമിൻ്റെ 50 മൈൽ പടിഞ്ഞാറായിട്ടല്ല, വടക്കായിട്ട്, നോർത്തായിട്ട്, യെരുസലേമിൻ്റെ 50 മൈൽ നോർത്തായിട്ടാണ് അർമ്മഗദം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോഴും നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കി അങ്ങനെ ഒരു സ്ഥലം ഇസ്രയേലിലുണ്ട്. യെരുസലേമിൻ്റെ 50 മൈൽ വടക്കായിട്ട്, നോർത്തായിട്ട് ഈ അർമ്മഗദോൻ. ആ അർമ്മഗദോൻ എന്നുള്ളത് നമ്മളുണ്ടാക്കിയ വാക്കൊന്നുമല്ല, ദൈവജനത്തിന് അതാ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ തൊട്ടടുത്ത അധ്യായം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ആരാ കൂട്ടിച്ചേർക്കുന്നത്? അതായത് ദൈവം തന്നെ അവിടെ അവരെല്ലാവരും കൂടെ ദൈവത്തിനെതിരായിട്ട്, എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം കർത്താവിനെതിരായിട്ട് എവിടെ കൂടിച്ചേരുന്നതെന്ന് ചോദിച്ചാൽ ഈ ഹർമഗദോൻ അല്ലെങ്കിൽ അർമ്മഗദോൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെല്ലുന്നത്. അപ്പം അവിടാണ് കർത്താവ് ഈ എതിർ ക്രിസ്തുവിൻ്റെ സൈന്യത്തെയെല്ലാം നാമാവശേഷമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ സെഖര്യാവ് 14-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഒലിവുമലമേൽ കർത്താവ് കാല് ചവിട്ടുന്നു, ആ ഒലിവുമല രണ്ടായിട്ട് പിളർക്കുന്നു. അത് ആ യുദ്ധത്തിൽ ഈ ഹർമഗദോനിൽ വെച്ച് നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുമ്പോൾ കർത്താവ് എന്തെങ്കിലും ഇങ്ങനെ ഫാലെടുത്ത് ഇങ്ങനെ പയറ്റുന്നതല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കാകുന്ന വചനം കൊണ്ടാണ് കർത്താവ് അവരെ സംഹരിക്കുന്നതായിട്ട് നമ്മളിവിടെ സംഹരിക്കുന്നത് കാണുന്നത്. അത് ആർക്കെതിരെയാണ് ദൈവത്തിൻ്റെ ക്രോധം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അത് എഗൻസ്റ്റ് ദ പ്രൗഡ് ഓഫ് ദ എർത്ത്, അതായത് നിഗളികൾക്കെതിരെ, അഹങ്കാരികൾക്കെതിരെയാണ്. യെശയ്യാവ് 13-ാം അധ്യായത്തിന് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ അത് നമ്മൾ 15-ാം അധ്യായത്തിലേക്ക്, ഇപ്പം വെളിപാട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിവിജയം പുസ്തകത്തിന് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ പോർഷനിലോട്ടൊക്കെ നമുക്ക് പോവാം. യെശയ്യാവ്
13 അധ്യായത്തിന് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ നിഗളത്തിനെതിരെയാണ് അവിടെ ദൈവത്തിൻ്റെ ന്യായവിധി. അത് ദൈവവചനം, കർത്താവിൻ്റെ വചനം കൊണ്ട്, വചനമാകുന്ന വാള് വെച്ചായിരിക്കും ദൈവം അവരെ ന്യായം വിധിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ചോരപ്പുഴ ഒഴുകുന്ന ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ചക്ക നഗരത്തിന് പുറത്ത് വെച്ച് എന്നുവെച്ചാൽ ഈ 50 മൈല് പുറത്ത് വടക്കായിട്ടാണ് ഈ അർമ്മഗദനുള്ളത്. അപ്പോൾ എത്രയും കറക്റ്റായിട്ടാണ് ദൈവം എല്ലാം ദൈവവചനം എല്ലാം പ്രവചിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ച് ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി, അപ് ടു ദ ഹോഴ്സസ് ബ്രൈഡിൽസ്, അത് കടിഞ്ഞാണുകളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഒരു ചോരപ്പുഴയായിട്ട് ഒഴുകുന്ന അതുപോലെ ഒരുപാട് ദൈവത്തിനെതിരായിട്ട് മത്സരിക്കുന്നവരുടെ ഒരു ന്യായവിധി അന്ന് യെരുശലേമിൽ നിന്ന് അത്രയും ഒരു പൊങ്ങി യെരുശലേമിൽ നിന്ന് ഈ ചോരപ്പുഴ ഒരു ചക്കിൽ നിന്ന് വീഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പോലെ 200 മൈലുകളോളം ഒഴുകുന്നതായിട്ടുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മളിപ്പം വായിച്ചത്. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ 15-ാം അധ്യായത്തിൽ, അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം, 15-ാം അധ്യായത്തിൽ മറ്റൊരു അടയാളം കാണുന്നത് അവിടെ 7 ബാധയുള്ള 7 ദൂതന്മാരെ കാണുന്നു. അവിടെ 7 ബാധയായിട്ട്, അതായത് ബൗൾസ് ഓഫ് റാത്തിനെ കുറിച്ചൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് ബൗൾസ് ഓഫ് റാത്ത് എല്ലാം ദൈവക്രോധം തീർന്ന ഒരു കാര്യം വായിക്കുന്നത്. ആ ദൈവക്രോധം എല്ലാം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, യേശു കർത്താവ് ക്രൂസിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി, എല്ലാം തീർന്നു, എല്ലാം നിവൃത്തിയായി എന്ന് കർത്താവ് യോഹന്നാൻ 19 ആ വാക്യത്തിൽ പറയുന്നത് പോലെ ആ ദൈവക്രോധം കർത്താവിൽ ആശ്രയിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ ദൈവക്രോധം അനുഭവിച്ച് അതോടുകൂടി ദൈവക്രോധം തീർന്നു എന്ന് പറഞ്ഞ് വായിക്കുന്നതും, പിന്നീട് സ്വർഗത്തിൽ പളുങ്ക് കടലിന് മീതെ നിൽക്കുന്ന ജയാളികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ 2-ാമത്തെ വാക്യം മുതലൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സോ അപ്പോൾ നമുക്കത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാമല്ലോ. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ആ ഒരു സഹിഷ്ണുതയും വിശ്വാസവും ഒക്കെ ഒരുമിച്ച് പോകുന്നതിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ആഴ്ചയിലൊരു ക്വിക്ക് റിവിഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ നമ്മൾ കണ്ടത്, പിന്നെ ആ ഒരു ദൈവവചനം വെച്ചാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ ആ വചനത്തിന് ഭയഭക്തി ബഹുമാനത്തോടെ ആ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുമെന്നാണ് കർത്താവ് യെശയ്യാ 66-ന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ വചനത്തിന് മുമ്പാകെ വിറയലോടെ കർത്താവ് അവിടുത്തെ വചനത്തിന് ഞാൻ സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങി തരുന്നു. ആ വചനം എന്നിൽ മാംസമായി തീരണേ, എൻ്റെ ജീവിതത്തിന് അനുഭവമായിട്ട് അനുസരണമായിട്ടായി തീരണം. ആ വചനം എനിക്ക് അനുസരിക്കണം. ആ വചനത്തെ ഒരു ലാഘവത്തോടെ കരുതാതെ ആ വചനത്തെ ഏറ്റവും വിലമതിക്കുവാനും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ഉത്സാഹമായിട്ടായി തീരട്ടെ. പിന്നെ അതുപോലെ തന്നെ ഭൂമിയിലെ മുന്തിരിയുണ്ട്, സ്വർഗീയ മുന്തിരിയുടെ കൊമ്പുകളായിട്ട് ആക്കപ്പെട്ട് നമ്മളുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ ആ ഒരു ന്യായവിധിയും അവിടെയും ദൈവത്തിൻ്റെ ആ ഒരു ദീർഘക്ഷമയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അത് പാകമാകുവോളം കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, എല്ലാവരും മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ നീതിയിൽ, ദൈവത്തിൻ്റെ ഒരു സമയത്ത് in his time he makes everything beautiful in his time. എക്ലേസിയാസ്റ്റസ് സഭാപ്രസംഗം 3:11 നമ്മളത് വായിക്കുന്നത് പോലെ കർത്താവിന് ന്യായം വിധിക്കാനൊരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മളുടെ വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും നമ്മളുടെ ചുറ്റുവട്ടമൊക്കെ അനേകർ ഈ നാശത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം കൊണ്ട് അവർക്കൊരു മാതൃകയും വെല്ലുവിളിയും നമ്മളാകണം. അതുപോലെ തന്നെ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളിൽ കർത്താവ് തരുന്ന താലന്തുകൾ ഉപയോഗിച്ച് നമുക്ക് അവരിലേക്ക് ദൈവജനമായിട്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളും ഇത്രയും അധികം ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു വെല്ലുവിളിയും ഉത്സാഹമായിട്ട് തീരട്ടെ. നമുക്ക് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്നേഹം പിതാവേ, അവിടുത്തെ വചനത്തിലെല്ലാ ഉത്സാഹത്തിനായിട്ടും എല്ലാ മുന്നറിയിപ്പിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിലെ ആ പ്രവചനങ്ങളുടെ എല്ലാ കൃത്യതയെല്ലാം കർത്താവെ ഞങ്ങൾ ഇത്ര അത്ഭുതകരമായിട്ട് തോന്നുന്നു. എന്നാൽ അതിലും ഏറെ ഇത്ര കാര്യങ്ങളൊക്കെ അന്ന് ഫുൾഫിൽഡ് ആകുമ്പോൾ അത് ഏതൊരു മനുഷ്യബുദ്ധിക്കും അതീതമായിട്ടുള്ള ആ ഒരു വലിയ കൃത്യതയോടെ അവിടുത്തെ ദൈവവചനം എഴുതിയിരിക്കുന്നുവെന്ന് കർത്താവെ അന്ന് വെളിവാകുമല്ലോ. അവിടുത്തെ ജ്ഞാനം എത്ര അപ്രമേയം കർത്താവെ, അവിടുത്തെ സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം കർത്താവെ, ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ, ഇസ്രായേൽ ജനതയെ കർത്താവെ അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാന്യ ദേശത്ത് അവരെ പാർത്തു കർത്താവെ. ഇന്നും എത്രയോ ശത്രുക്കളുടെ ഇടയിൽ കർത്താവെ ഇന്നും അവരെ അവിടെ പാർപ്പിച്ചിരിക്കുന്നു.
എല്ലാത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ഒരു ദൈവം കർത്താവേ, ആ ദൈവം ഞങ്ങളുടെ പിതാവായിട്ടുണ്ടല്ലോ. ഈ ലോകത്തിൻ്റെ ഘടികാരത്തെ എല്ലാം നിയന്ത്രിക്കുന്നവനായ കർത്താവേ, അവിടുന്ന് അവിടുത്തെ അനാദിയായിട്ടുള്ള വചനം, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത അവിടുത്തെ വചനത്തിൽ പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ട് വള്ളിയും പുള്ളിയും തെറ്റാത്ത കാര്യങ്ങൾ നടക്കുന്നു കർത്താവേ. അപ്പോൾ കർത്താവെ, അവിടുത്തെ വചനം എത്ര കൃത്യതയുള്ളതാണെന്ന് അറിഞ്ഞ് കർത്താവെ ആ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുവാനും, കർത്താവെ ആ വചനത്തിന് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങുവാനും, കർത്താവെ ആ വചനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യുവാനും അനുവദിക്കുവാനും ഒക്കെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതെ കർത്താവെ, അതെ, ഞങ്ങളിൽ ആ വചനം, അങ്ങയുടെ വചനം ജഡമായി തീർന്നതുപോലെ ഞങ്ങളിലും ഈ വചനം അധികമായിട്ട് ജഡമായി തീരണം. ഞങ്ങളുടെ ആത്മമനുഷ്യൻ്റെ മാംസമായിട്ട് തീരണം, ഞങ്ങളുടെ അനുഭവമായിട്ട് തീരണം. ഞങ്ങൾക്ക് കർത്താവെ അങ്ങയെ അധികം അറിയുവാനും അവിടുത്തെ വഴികൾ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു വെല്ലുവിളിയായിട്ട് അനേകരെ ഈ നാശത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ നിന്ന് വലിച്ചെടുക്കുവാനും കർത്താവെ ഞങ്ങളെ അങ്ങ് സഹായിക്കണേ, ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ പേര് കർത്താവെ അറിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. അവിടുന്ന് സഹായിക്കണമേ, മനസ്സിലിടേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ന്യായത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കുമ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് അങ്ങനെ വലിയ പ്ലാനുകൾ പലരോടും നീ എന്നെക്കുറിച്ച് പറയണം എന്നൊക്കെ ഉള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. നീ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ നിനക്ക് മൊബൈലിൻ്റെ സമയം ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് TV കാണാനോ, നിനക്ക് ചോർത്താനും പറയാനോ, നിനക്ക് പരദൂഷണം പറയാനോ സമയം ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് മൊബൈൽ നോക്കാനേ, മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് അന്ന് കേൾക്കുവാനേ കർത്താവെ ഇടവരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് തരുന്ന സമയം, അവിടുന്ന് തരുന്ന ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് കർത്താവെ, ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്ത് ഞങ്ങൾ ആർക്കൊക്കെ എവിടെയൊക്കെ സാക്ഷികളാകണോ അവിടെ എല്ലാം അവൈലബിൾ ആകുവാനും ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളെത്ര ബലഹീന മനുഷ്യരാണ് കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ കർത്താവെ ലജ്ജിച്ച് നിൽക്കാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ അറിഞ്ഞോ അറിയാതെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് അനുദപിക്കുന്നു കർത്താവെ. അവിടുന്ന് കരുണ തോന്നണം, ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താലും ശക്തിയാലും ഞങ്ങളെ നിറയ്ക്കണമേ. അനേകർക്കായി വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ അനേകരെ അങ്ങയിലേക്ക് നേടുവാനും കർത്താവെ, അത് മാത്രമല്ല അവരെ കർത്താവെ ശിഷ്ടത്തിലേക്ക് വളർത്തുവാനും സഭയോട് ചേർത്ത് പണിയുവാനും എല്ലാം കർത്താവെ അവിടുന്ന് സഹായിക്കണം. അതേ കർത്താവെ, അവിടുത്തെ വരവിനാളിൽ കർത്താവെ ഏറ്റവും ഒരുക്കമുള്ളവരായിട്ട് കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അങ്ങ് വരുമ്പോൾ കർത്താവെ ഏറ്റവും പ്രാഗൽഭ്യത്തോടെ, ഏറ്റവും ധൈര്യത്തോടെ അങ്ങയെ എതിരേൽക്കാൻ തക്കവണ്ണം അങ്ങനെ തന്നെ വസിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.